എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ബൈബിളിനെക്കുറിച്ചും ബൈബിളിൻ്റെ ഉള്ളടക്കങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം വരെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി സംഖ്യാപുസ്തകത്തിനകത്തോട്ടാണ് നമ്മൾ കിടക്കേണ്ടത്. നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റിനെ കുറിച്ചൊന്ന് സംസാരിക്കുവാനുള്ളൊരു ഗൈഡൻസ് കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇന്ന് മറ്റൊരു സബ്ജക്റ്റാണ് ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ രാഷ്ട്രീയത്തെയും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിലും അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. എന്താണെന്ന് നമ്മൾക്കറിയാം, എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞിട്ടല്ലേ. എന്ന് വെച്ചാൽ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്നൊന്നും അദ്ദേഹത്തെ വിളിക്കുവാനായിട്ട് പറ്റത്തില്ല. രൂപം കൊണ്ട് മനുഷ്യനാണ്, സ്വഭാവം കൊണ്ട് മനുഷ്യൻ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു മനുഷ്യനിൽ എന്തുണ്ടാകണം? മനുഷ്യത്വം ഉണ്ടാകണം. ഈ മനുഷ്യൻ്റെ അതൊന്നുമില്ല. അതുകൊണ്ട് പുള്ളിനെ ഒരു മനുഷ്യൻ്റെ ഗണത്തിൽ പോലും കൂട്ടുവാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, എനിവേ, എന്തായാലും അദ്ദേഹം ഒരു ലൈംഗിക കുറ്റവാളിയായിരുന്നു. അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയൊക്കെ ചെയ്തു. ലൈംഗിക കുറ്റവാളിയായി പിടിക്കപ്പെടുകയും അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്നു. എന്നാൽ അദ്ദേഹത്തെ ആരോ വകവരുത്തിയതാണ് എന്ന് മറ്റൊരു ശ്രുതിയുമുണ്ട്. അത് എന്തുമാകട്ടെ, ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യം അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ ഒരു എപ്സ്റ്റീൻ ഫയൽസ് എന്ന് വെച്ചാൽ ഇദ്ദേഹം ആരുമായിട്ടൊക്കെ ഇടപെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ സീക്രട്ടുകളുണ്ടോ അതൊക്കെ ഇദ്ദേഹം ഒരു ഫയലിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെയാണ് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇന്ന് കുറേയൊക്കെ പുറത്തോട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപേ ഇത് വന്നിട്ടുണ്ട്. നമ്മൾക്കറിയാം, ഒരു ധ്രുവ് റാട്ടി എന്ന് പറയുന്ന ഒരു ഹിന്ദിക്കാരനായിട്ടുള്ള ഒരു യൂട്യൂബറുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് മാസങ്ങൾക്ക് മുൻപേ, അതായത് എനിക്ക് തോന്നുന്നു ഒരു മാസമൊക്കെ മുൻപേ തന്നെ അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇത് അത്രയും കോളിളക്കം സൃഷ്ടിച്ചില്ല. കാരണം നമ്മുടെ ഇന്ത്യക്കാരെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ നമ്മളുടെ പ്രധാനമന്ത്രിയായ മോദിജിയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ ബിസിനസ് മാഗ്നറ്റുകളായ അനിൽ അംബാനി, മുകേഷ് അംബാനി ഇവരെക്കുറിച്ചുമൊക്കെ അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളൊരു ഡീറ്റെയിൽസ് ഒക്കെ ഇന്ന് പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഓർക്കുക, പുറത്താരാണ്? നമ്മളുടെ US പ്രസിഡന്റായ റൊണാൾഡ് ട്രംപ് തൊട്ട് പിന്നെ നമ്മുടെ ഇങ്ങോട്ട് മോദിജി വരെ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ അവരെക്കുറിച്ചൊക്കെ ഇദ്ദേഹം പരാമർശിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പുള്ളി അതിനെക്കുറിച്ച് പരാമർശിക്കുവാനുള്ള കാരണം എന്താണ്? കാരണം ഇത്രയുമേ ഉള്ളൂ, പുള്ളിക്ക് അവരുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വിധത്തിലുള്ള ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഈ പുള്ളിക്ക് ഒരു സ്വന്തമായ ഒരു ഐലൻഡൊക്കെ പുള്ളി ഉണ്ടാക്കിയെടുത്ത് കോടികൾ മുടക്കി സ്വന്തമായ ഒരു ഐലൻഡ്, മനോഹരമായ ഭൂപ്രദേശങ്ങളൊക്കെ ആക്കി പുള്ളി അതിനെ മാറ്റി ഒത്തിരി ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ പുള്ളിക്ക് അതിനകത്തുണ്ട്. പക്ഷേ ഇവിടെ പുള്ളിയുടെ സുഖവാസം എന്തായിരുന്നു എന്ന് വെച്ചാൽ, കൊച്ചു കുട്ടികളെയാണ് പുള്ളി പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കൊച്ചു കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ഒരു വൈകൃതമായ ഒരു സ്വഭാവത്തിന് ഉടമയായിരുന്നു. അല്ലെങ്കിൽ നമ്മളുടെ ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ ലൂസിഫറിൻ്റെ ആത്മാവ് വ്യാപരിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അത് സത്യം തന്നെയാണ്. കാരണം ഇദ്ദേഹം ദൈവത്തെ ഒന്നും ആരാധിക്കുന്ന മനുഷ്യനായിരുന്നില്ല. ഇദ്ദേഹം പിശാചിനെ ആരാധിച്ചിരിക്കുന്ന, അതായത് ബ്ലാക്ക് മാസിൽ ഹരം കണ്ടെത്തിയ ഒരു വ്യക്തിയായിരുന്നു ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ലൂസിഫറിൻ്റെ സ്പിരിറ്റ് തന്നെ ആയിരിക്കുമല്ലോ പുള്ളിയുടെ അകത്തുള്ളത്. അപ്പോൾ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് കൊച്ചു കുട്ടികളെ ആയിരുന്നു ഇദ്ദേഹത്തിന് താല്പര്യം. കൊച്ചു കുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം അതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന വ്യക്തിയായിരുന്നു. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനോട് അടുക്കുന്നവരെല്ലാം ഈ സ്ത്രീ വിഷയങ്ങളുമായിട്ടാണ് ഇദ്ദേഹത്തോട് അടുപ്പം സ്ഥാപിച്ചിരുന്നത് എന്നൊരു ശ്രുതി പുറത്തോട്ട് വരുന്നുണ്ട്. നമ്മൾക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഇദ്ദേഹം ഈ ഒരു വൈകൃതമുള്ള ആളും ലൈംഗിക കുറ്റവാളിയുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരുപാട് കുട്ടികളെ ഇദ്ദേഹം ദുരുപയോഗം ചെയ്തു എന്നുള്ളതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരികയും അതിൻ്റെ പേരിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കുകയും ഒത്തിരി പേര് ഞാൻ ചെറുതായിരുന്നപ്പോൾ എന്നെ ദുരുപയോഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി സ്ത്രീകളും മുൻപോട്ട് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച്. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. ഇദ്ദേഹം എന്തായാലും പിശാചിനെ ആരാധിക്കുകയും പിശാചിനെ മാക്സിമം സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുകയും അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തെ ഒരു സന്ദർശകനുമായിരുന്നു സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അല്ലേ. അദ്ദേഹത്തെ നമ്മൾക്കറിയാം, തമോഗർത്തങ്ങൾ, അതായത് നക്ഷത്രങ്ങളെ സംബന്ധിച്ചുള്ള ഒരു തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുകയും, അതായത് ബ്ലാക്ക് ഹോൾസ്, കോസ്മോളജി ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും അത് കണ്ടെത്തുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഈ സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾക്കറിയാം. എങ്ങനെയാണ് അറിയുന്നത്? അദ്ദേഹം മരണപ്പെട്ടു പോയി. പക്ഷേ അദ്ദേഹം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? 21-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിനൊരു ന്യൂറോയുടെ അസുഖം ബാധിക്കപ്പെടുകയും
അദ്ദേഹം അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോവുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അല്ലേ. അദ്ദേഹം അന്ന് ഇങ്ങനെ കസേരയിൽ തന്നെ ഇരിപ്പായിരുന്നു എന്ന് നമ്മൾക്കറിയാം. അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു, ദൈവത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, നന്നായി പുള്ളി വിശ്വസിക്കാതിരുന്നത്. എന്തായാലും പുള്ളിയൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൂടത്തിൽ പോയി ആതിഥേയത്വം സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടത്തിൽ ഇങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് മോശം സ്ത്രീകളുമായിട്ടൊക്കെ ഇങ്ങനെ വാർത്തുല്ലസിക്കുന്ന ഫോട്ടോകളൊക്കെ ഇങ്ങനെ വെളിയിലോട്ട് വീഡിയോകളൊക്കെ പുറത്തോട്ട് വിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യക്തി ഓർക്കുക, ഇവൻ ദൈവത്തെ വിട്ട് കഴിഞ്ഞപ്പോൾ, ഞാൻ ഈ വ്യക്തിയെക്കുറിച്ച് സ്റ്റീഫൻ ഹോക്കിൻസൺ, മറ്റേ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വിടാം, പുള്ളി ലൂസിഫറിൻ്റെ സ്പിരിറ്റുമായിട്ട് നടക്കുന്നവനാണ്. അപ്പോൾ ഈ സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ എടുക്കുവാൻ കാരണം അദ്ദേഹം സമൂഹത്തിന് ഒത്തിരി സംഭാവന ചെയ്തു അല്ലേ, ശാസ്ത്രജ്ഞനായിരുന്നു, ചില പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഫോക്കസ് ചെയ്യാമെന്ന് വെച്ചത്. അവൻ എന്തുണ്ടായിരുന്നില്ല, അവന് ദൈവം ഉണ്ടായിരുന്നില്ല, അവൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ഓക്കെ, പക്ഷേ പുള്ളിക്ക് എന്തുണ്ട്, പുള്ളിക്ക് ഒരുപാട് അറിവുണ്ടായിരുന്നു അല്ലേ, ഒരുപാട് ജ്ഞാനമുണ്ടായിരുന്നു. പക്ഷേ ഇയാളുടെ ഈ ജ്ഞാനം കൊണ്ട് ഇദ്ദേഹം എന്ത് കണ്ടെത്തിയില്ല, ഇദ്ദേഹത്തിനൊക്കെ എല്ലാത്തിനും ജ്ഞാനികളിൽ ജ്ഞാനിയായ ദൈവത്തെ കണ്ടെത്തുവാൻ ഇദ്ദേഹത്തിൻ്റെ ജ്ഞാനം കൊണ്ട് ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു പരാജയമായിരുന്നു അല്ലേ. 21-ാമത്തെ വയസ്സ് തൊട്ട് അദ്ദേഹം ഇങ്ങനെ കസേരയിൽ ഇരിപ്പായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കും, ഒരു ദിവസം പോലും നമ്മളൊക്കെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുമോ അല്ലേ, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ ഈ മനുഷ്യൻ ഇരുന്ന് പോയി. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഈ ഇതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയത്, വേറെ ജോലി ഇല്ലല്ലോ, അതുകൊണ്ട് ഇതിങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങനത്തെ കുറേ കണ്ടുപിടുത്തങ്ങൾ നടത്തി. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ആ ജ്ഞാനം എന്താണ്, സർവശക്തനായ ദൈവത്തെ കണ്ടെത്തുവാൻ ഇദ്ദേഹം ഉപയോഗിച്ചില്ല. ഈ ദൈവമില്ലാത്ത ഈ മനുഷ്യൻ്റെ യാത്ര എങ്ങോട്ടായിരുന്നു, വൃത്തികെട്ട ഒരാളുമായിട്ട് കൂട്ടുകൂടി വൃത്തികെട്ട സ്ഥലത്തിൽ സന്ദർശിച്ച് വൃത്തികെട്ട ഒരു ജീവിതത്തിലേക്കായിരുന്നു ഈ മനുഷ്യൻ എത്തപ്പെട്ടതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. അതൊക്കെ നമ്മുടെ ആത്മീയ ഗോളത്തിന് വെളിയിലുള്ളവരാണ് അല്ലേ. ഇനി ആത്മീയ ഗോളത്തിനകത്തോട്ട് വരാം. ആത്മീയ ഗോളത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ഓർക്കുക, ഇവിടെയും നമ്മളുടെ തലമുറകളെ അടക്കം, കൊച്ചു കുഞ്ഞുങ്ങളെ അടക്കം ഇന്ന് പിശാച് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. കാരണം എങ്ങനെയായി കൊച്ചുകുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നത്, ഒന്നുകിൽ കൊച്ചുകുട്ടികളെ സെക്ഷലി മറ്റുള്ളവർ അബ്യൂസ് ചെയ്യുന്ന വിധത്തിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, അല്ലെങ്കിൽ കുട്ടികളെ എന്താ പറയുക, ചെറുപ്പത്തിലെ തന്നെ അവരെ അവിഹിത ബന്ധങ്ങളിലേക്ക് അവരെ വലിച്ചിഴച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ എന്താണ്, അവർ തന്നെ സെക്ഷൽ അഡിക്റ്റായി പോവുക, എന്ന് വെച്ചാൽ സെക്സ് പരമായ പാപങ്ങൾക്ക് ഇവർ അഡിക്റ്റായി പോവുക. ഇങ്ങനെയൊക്കെ പല വിധത്തിൽ കുഞ്ഞുങ്ങളെ ഇന്ന് ആര് നോട്ടമിട്ടിരിക്കുകയാണ്, പിശാച് നോട്ടമിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തിയിൽ വ്യാപരിച്ച പിശാച് ആരെയാണ് നോട്ടമിട്ടത്, കുഞ്ഞുങ്ങളെയാണ് നോട്ടമിട്ടത്. തലമുറകളെ തകർത്ത് കളയുവാൻ, ഒരു ജനറേഷനെ തകർത്ത് കളയുവാനായിട്ടാണ് ലക്ഷ്യമിട്ടത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഓക്കെ, ഇനി ഇവിടെയും വന്നു കഴിയുമ്പോൾ, ആത്മീയ ഗോളത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോഴും ഇതിന് വിപരീതമല്ല സംഭവിക്കുന്നത്. ഇവിടെയും പിശാച് ലക്ഷ്യമിടുന്നത് എന്താണ്, കുട്ടികളെയും അതുപോലെ യൗവനക്കാരെയും ഒക്കെയാണ് ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ തലമുറകളെയാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ ഈ ഒരു വിഷയത്തെ നമ്മൾ നോക്കി കാണേണ്ടതാണ് കേട്ടോ. കാരണം ഇന്നെന്താണ്, കഴിഞ്ഞിടയ്ക്കല്ല കുറച്ച് മാസങ്ങൾക്ക് മുൻപേ ഒരു എന്താ പറയുക, ഒരു സ്ത്രീ, ഒരു കൗൺസിലർ, അവരുടെ ഒരു മെസ്സേജ് ഞാനിങ്ങനെ കേൾക്കുവാനായിട്ടിടയായി. അപ്പോൾ അവർ പറഞ്ഞതാണ്, ഈ 9 വയസ്സുള്ള ഒരു ആൺകുട്ടികൾ വരെ, 9 വയസ്സുള്ള ആൺകുട്ടികളെന്നല്ല, 9 വയസ്സുള്ള കുട്ടികൾ വരെ സെൽഫ് സെക്സ്, അതായത് സ്വയംഭോഗത്തിന് അടിമയാണ് എന്ന് അവർ പറയുവാനായിട്ടിടയായി. എന്ന് വെച്ചാൽ അവരുടെ അടുത്തോട്ട് ആര് വന്നിരിക്കുകയാണ്, കൗൺസിലിങ്ങിന്, ഈ ഒരു സ്വഭാവ വൈകൃതമുള്ള കുട്ടിയെ കൊണ്ട് കൗൺസിലിങ്ങിന് വന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഈ സ്ത്രീ, അവരൊരു കൗൺസിലറാണ്. അപ്പോൾ അവർ അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. ഓർക്കുക, ഇന്ന് ആത്മീയ ഗോളത്തിനകത്തേക്ക് ഇന്ന് കടന്നു കയറിയിരിക്കുന്ന ഒരു സെക്സ് പരമായ, അല്ലെങ്കിൽ ഒരു ലൈംഗിക പാപമാണ് ഈ സെൽഫ് സെക്സ് എന്ന് പറയുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക. ഇന്ന് പലരും അതിനെ എന്താ പറയുക, ഇന്ന് ഗൗരവമായിട്ട് കാണുന്നില്ല. പലരും അതിനെ അതിനാണെങ്കിൽ ലഘൂകരിച്ചിട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ അത് നമ്മളുടെ ശരീരത്തിൻ്റെ നീഡ്സ് അല്ലേ എന്ന് പറഞ്ഞു പെന്തക്കോസ്തുകാർ വരെ അതിനെ ഇന്നും ലഘൂകരിച്ചു പോവുകയാണ്. ക്രിസ്ത്യാനികൾ വരെ ഇന്ന് ലഘൂകരിച്ചു കൊണ്ട് പോകുന്നുണ്ട്. നമ്മൾക്കറിയാം, കത്തോലിക്കരുടെയൊക്കെ ഇടയിലോട്ട് വന്നു കഴിയുമ്പോൾ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ഒരുപാട് അതിനെക്കുറിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ പെന്തക്കോസ്തിലോട്ട് വന്നു കഴിയുമ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്, പക്ഷേ സഭാ ആരാധനകളിലൊക്കെ നമ്മൾക്ക് അത്രയും ആഴത്തിലോട്ട് ഇറങ്ങി ക്ലാസ് എടുക്കുവാൻ പലപ്പോഴും ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് പറ്റാറില്ല. അത് നമ്മൾ ആരാധനയുടെ സമയത്ത് അത്രയും ഡീപ്പായിട്ട് പോകുവാൻ അവർക്ക് പറ്റാത്തത് കൊണ്ടാണ്, അല്ലാതെ അവർക്ക് പറയുവാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഇന്ന് കൊച്ചു കുട്ടികളെ വരെ അല്ലേ, നമ്മുടെ ഇന്ന് കുട്ടികൾ ഇന്ന് ഫോണിന് അഡിക്റ്റാണ്. നമ്മൾക്ക് അറിഞ്ഞുകൂടെ, യൂട്യൂബൊക്കെ തുറന്നാൽ പല 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 വിധത്തിലുള്ള വീഡിയോസാണ് ഇന്ന് വരുന്നത് അല്ലേ.
പല പല വീഡിയോസ് വന്നു കഴിഞ്ഞിട്ട് ഇവരുടെ ഈ കുഞ്ഞു ബുദ്ധിക്കകത്തോട്ട് എന്താണ് ഈ വേണ്ടാത്ത കാര്യങ്ങൾ മുഴുവൻ ഇവരുടെ തലയിലോട്ട് അങ്ങ് അടിച്ചു കയറ്റുകയാണ്. ആരാ ഈ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ പിന്നിലൂടെ ആര് പ്രവർത്തിക്കുന്നത്? ഒരു പൈശാചികൻ പ്രവർത്തിക്കുന്നുണ്ട്. അവൻ എന്ത് ചെയ്യും? ഈ കൊച്ചുങ്ങളെയൊക്കെ എന്താണ് ഇവർ കാണുന്നത്? ഇവർ ചിലപ്പോൾ എന്താണ് ഒരു എന്തെങ്കിലും ഒരു നല്ല കാര്യം അല്ലേ, നല്ല കാര്യങ്ങൾ കണ്ടായിരിക്കും പോകുന്നത്. പക്ഷേ തോണ്ടി 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 അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്താണ് ഇവരെ മറ്റു പലതിലേക്കും ഇവരെ കൊണ്ടുപോകും. അപ്പോൾ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം പേരൻസ് മൊബൈൽ കൊടുത്തു കഴിഞ്ഞിട്ട് ആശ്വാസമായല്ലോ എന്ന് പറഞ്ഞ് പേരൻസ് മൊബൈൽ കൊടുത്തു കഴിഞ്ഞിട്ട് അവരവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് പല പല ജോലികൾ ചെയ്യുവാൻ അതിനകത്തോട്ട് തിരക്കാകും. ഇതിൻ്റെ ഇടയ്ക്ക് കൊച്ചും മൊബൈൽ ഫോണും തന്നെയായിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്താണ്, ഇവർക്ക് അറിഞ്ഞുകൂടാ അല്ലേ, ഇവരിങ്ങനെ കണ്ട് 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 അതിനകത്ത് ഹരം പിടിപ്പിക്കും. എന്നിട്ട് ഇവരെ ഹരം പിടിപ്പിച്ചിട്ട് ഇവരുടെ ബ്രെയിനകത്ത് ഇത് കിടന്നുകൊണ്ട് വർക്കൗട്ട് ചെയ്ത് 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 ഇവരുടെ ശരീരത്തിനകത്തോട്ട് ആ പിശാച് കയറി ഇവരെ കൊണ്ട് എന്ത് ചെയ്യും? മോശമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സെൽഫ് സെക്സ് ചെയ്യിപ്പിക്കുന്ന വിധത്തിൽ കുഞ്ഞുങ്ങളെ വരെ എന്ന് വെച്ചാൽ ചെറിയ പിള്ളേരെ വരെ ഈ ഒരു പാപത്തിന് അടിമകളാക്കി കളയും. എന്നിട്ട് ഇങ്ങനെ അടിമകളാക്കി കളഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമോ? കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ പിള്ളേർക്ക് എന്തുണ്ടാകും? പിള്ളേർക്ക് ആകപ്പാടെ അവരോട് തന്നെ വെറുപ്പ് തോന്നും, അവരുടെ ശരീരത്തോട് വെറുപ്പ് തോന്നും. അതുകൂടാതെ എന്താണ്, ഭയങ്കര കുറ്റബോധം വരും. കുറ്റബോധം വന്നു കഴിയുമ്പോൾ ഒരു വിഭാഗം കുട്ടികൾ എന്താണ് ആകപ്പാടെ അങ്ങ് അവരിലേക്ക് തന്നെ അങ്ങ് ഒതുക്കപ്പെട്ടു പോകും. അവർക്ക് പിന്നെ ഒന്നിനും പറ്റത്തില്ല, അവർക്ക് പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, പഠിക്കാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റാത്ത സിറ്റുവേഷനിലേക്ക് ഇവരുടെ ജീവിതത്തെ മാറ്റി എറിയും ഏത് ഈ ഒരു പിശാച്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്താണ് അല്ലേ, ഈ പിള്ളേരെന്താണ് എപ്പോഴും ഇതിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ അവർക്ക് അത് തന്നെ കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഈ പിള്ളേർക്ക് വരുവാനായിട്ടിടയാകും. ഇത് പിള്ളേരുടെ കാര്യം ഞാൻ തൊട്ടന്നേ ഉള്ളൂ, പിള്ളേരിലല്ല വലിയ ആൾക്കാരിലും ഒക്കെ ഉണ്ടല്ലേ. ഇന്ന് യൗവനക്കാരിലും ഒക്കെ എന്താണ് കൗമാരക്കാരിലും യൗവനക്കാരിലും ഒക്കെ ഈ ഒരു പിശാച് ഇന്നും അകത്ത് കയറിയിരിക്കുകയാണ്. അത് പലരും അറിയുന്നില്ല, പേരൻസ് പോലും ഇത് പലപ്പോഴും അറിയുന്നില്ല. കാരണം എന്താണ്, ഇന്ന് മോഡേൺ ടെക്നോളജി അല്ലേ, നമ്മൾ മോഡേൺ ആയിട്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മൾ ആരെയാണ് നോക്കുന്നത്? യൂറോപ്യന്മാരെയാണ് നമ്മൾ നോക്കുന്നത്. സായിപ്പിനെ നോക്കുക. എന്തിനാ? അവിടെ പിള്ളേരൊക്കെ ഇൻഡിപെൻഡൻ്റ് ആന്നേ അല്ലേ. അവിടുത്തെ കൾച്ചറുകൾ ഇങ്ങോട്ട് നല്ല നല്ല കൾച്ചറുകൾ കടന്നു വരണം, അതിനകത്ത് മാറ്റമൊന്നുമില്ല. പക്ഷേ ഇന്ന് നമ്മൾ പിള്ളേരെ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്ന് വെച്ചാൽ ഇത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഇതിനെയൊക്കെ പിടിച്ചിട്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് കിടത്തും. ഒരു റൂമും കൊടുത്തത് ഒറ്റയ്ക്ക് പിള്ളേരെ അങ്ങ് വിട്ടേക്കുക, അവരെ ഒറ്റയ്ക്ക് കിടത്തിയേക്കുക. അപ്പൻ്റെ അമ്മയുടെയും കൂട്ടത്തിലല്ല പിള്ളേർ ഉറങ്ങുന്നത്, പിള്ളേരെ അങ്ങ് ഒറ്റയ്ക്ക് വിട്ടേക്കുക. അതിന് പലരും പലതാ പറയുന്നത്. പിള്ളേരെ ഒന്ന് ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പിള്ളേരെ അങ്ങ് മാറ്റിക്കിടത്തണ പ്രായമാകുമ്പോൾ മാറ്റിക്കിടത്തിയാൽ മതി. എന്നാൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊച്ചു പിള്ളേരെയൊക്കെ എന്ന് വെച്ചാൽ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ അപ്പൻ്റെ അമ്മയുടെയും കൂട്ടത്തിൽ കിടന്നെന്ന് വെച്ചോണ്ട് ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ ബുദ്ധിപൂർവ്വം മുൻപോട്ട് പോയാൽ മതി അല്ലേ. പിള്ളേർ കിടക്കുമ്പോൾ ബുദ്ധിപൂർവ്വം മുൻപോട്ട് പോയാൽ മതി. എനിക്ക് കുറച്ച് തുറന്ന് സംസാരിക്കേണ്ട കാര്യം വരും. കാരണം എന്താണെന്ന് അറിയാമോ, എനിക്കൊരു ഗൈഡൻസ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഇന്ന് പലപ്പോഴും നമ്മൾക്ക് ചർച്ചിനകത്ത് ഇത് സംസാരിക്കാനുള്ള അവസരം കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, പാസ്റ്റർമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ഒക്കെ അവർക്ക് പ്രത്യേകം ഇങ്ങനെയുള്ള ക്ലാസ്സുകളുടെ ടൈമിൽ ഇവർക്കത് സംസാരിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ ആരാധനയുടെ ഇടയ്ക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കുറിച്ചൊന്നും സംസാരിക്കുവാനായിട്ട് അവർക്ക് സമയം കിട്ടാറില്ല. ഓക്കെ, അങ്ങനെ സമയം കിട്ടാറുമില്ല. അതുകൊണ്ട് കുറച്ച് ഡീപ്പായിട്ടങ്ങ് പോകാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്ന് വെച്ചാൽ കുറച്ച് തുറന്നങ്ങ് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇതൊരു വല്ലാത്ത സ്പിരിറ്റാണ്. ഈ ഒരു സ്പിരിറ്റിനെ നമ്മൾ തകർത്ത് മുൻപോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. അതുമല്ല, ഇന്ന് ട്യൂസ്ഡേ ആണ്. എല്ലാ ട്യൂസ്ഡേയും ഞാൻ ദൈവം എനിക്കൊരു ഗൈഡൻസ് തന്നത് പ്രകാരം ഞാൻ 12 വയസ്സും അതിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫാസ്റ്റിംഗ് ഞാൻ ലോകം മുഴുവനുള്ള എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തി ഒരു ഫാസ്റ്റിംഗ് ഇരിക്കുവാനുള്ള ഗൈഡൻസ് എനിക്ക് ദൈവം തന്ന് ഞാൻ ഫാസ്റ്റിങ്ങിനും പ്രയറിനും വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ഒരു ദിവസമാണ് ട്യൂസ്ഡേ എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ദൈവം എനിക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുവാനുള്ളൊരു ഗൈഡൻസ് തന്നത്. അതുവരെ ഞാൻ ഈ ന്യൂസുകൾ കണ്ടില്ല, ഞാൻ ഇന്നാണ് ഈ ന്യൂസ് കണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് സംസാരിക്കാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്, എപ്പോഴും നമ്മൾ മൊബൈൽ കൊടുത്താൽ പോലും പേരൻസ് എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ നോക്കണം. ഇനി ഇവർ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഹിസ്റ്ററി എന്ന് പറയുന്നൊരു സംഭവം അതിനകത്തുണ്ടെന്നേ. നമ്മൾക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കുവാനായിട്ട് പറ്റും. ഈ എന്താണ് കണ്ടത് എന്നുള്ള ഹിസ്റ്ററി, ഇവനെ അല്ലെങ്കിൽ ഇവള് ഏതൊക്കെ നോക്കിയിട്ടുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഹിസ്റ്ററി നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് അവൈലബിൾ ആണ്. നമ്മൾ അതെടുത്ത് നോക്കണം, ഇവരെന്താ കണ്ടതെന്ന് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സാന്നിധ്യം അവരുടെ അടുത്ത് ഉണ്ടാകണം. മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് വന്ന് നോക്കണം, എന്താണ് നീ നോക്കുന്നതെന്നും നമ്മൾ വന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളുടെ ശ്രദ്ധ വരുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പിള്ളേർ എന്ത് ചെയ്യത്തില്ല, ഈ പിള്ളേർ പിന്നെ വേറെ കാര്യങ്ങളിലേട്ട് ഇവർ ആഴ്ന്നു പോകത്തില്ല. അങ്ങനെയുള്ള ശ്രദ്ധ നമ്മൾ കൊടുക്കണം. ഇനി നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും സ്കൂളിലോട്ട് വിട്ട് കഴിയുമ്പോൾ നമ്മളുടെ കൺട്രോളിലല്ല അല്ലേ. അവിടെ ബിരുദന്മാരുണ്ട്, ചില ബിരുദന്മാരും ബിരുദത്തികളുമുണ്ട്. എന്താണ്, അവരിങ്ങനെ ഫോൺ കൊണ്ടുവരും.
പതുക്കെ ആരും കാണാതെ ഫോൺ കൊണ്ടുവരുന്ന ചെറിയ പിള്ളേരുണ്ടെന്നേ ഫോൺ കൊണ്ടുവരും. എന്നിട്ട് ഇവർ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ പിള്ളേർക്ക് സെക്സ് എഡ്യൂക്കേഷൻ വേണ്ട എന്നല്ല, അതവർക്ക് വേണം. പക്ഷേ അതവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കണം. എന്നാൽ ഇവർ തന്നെ കണ്ടെത്തുന്നതാകരുത് ഇവരുടെ ലൈഫ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ കൂട്ടത്തിലില്ല അല്ലേ. അവരാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ അവിടെ അവരുടെ കൂടത്തിൽ പോകുന്ന ഒരാളുണ്ട്. ആരാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലേ. ദൈവം അവരുടെ കൂടത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ആ ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് പലപ്പോഴും എന്താണെന്നറിയാം, യൗവനക്കാരുടെ ഇടയിലാണെങ്കിലും കൗമാരക്കാരുടെ ഇടയിലാണെങ്കിലും പിള്ളേരുടെ ഇടയിലാണെങ്കിലും എന്താണ് ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഒരു പാപമാണ് ഈ സെൽഫ് സെക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ ജീവിതത്തിലോട്ട് അപ്പിശാച് കിടക്കാതെ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ അത് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ എന്നേക്കുമായി പുറത്തു കളയുവാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കണം അവരോട്. അത് പാപമാണ്. കാരണം നമ്മളുടെ ശരീരം എന്താണ്? നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. ആ മന്ദിരത്തെ അശുദ്ധമാക്കുവാൻ അനുവദിക്കരുത്. ആ മന്ദിരം അശുദ്ധമായി കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ മന്ദിരം അശുദ്ധമായി കഴിഞ്ഞാൽ അവിടെ ആര് വസിക്കത്തില്ല? ദൈവം വസിക്കത്തില്ല. അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കുക. ചെറുപ്പത്തിലെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ദൈവത്തെ അറിഞ്ഞവരൊക്കെ ആയിരിക്കും അല്ലേ. എന്നാൽ നമ്മളുടെ പിള്ളേർ, നമ്മളുടെ തലമുറകൾ, അല്ലെങ്കിൽ നമ്മളുടെ ചാർച്ചക്കാരുടെ തലമുറകൾ, അവരൊക്കെ ചെറുപ്പത്തിൽ എന്താണ് വിശുദ്ധിയോടെ ജീവിച്ചു വരട്ടെ. ദൈവത്തിൻ്റെ അടുത്തോട്ട് വിശുദ്ധിയോടെ വരട്ടെ. നമ്മൾക്കൊക്കെ കഴിയാത്തത് അവർക്ക് കഴിയട്ടെ എന്നുള്ളൊരു മനസ്സ് നമ്മൾക്കുണ്ടാകണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ ചെറുപ്പത്തിലെ തന്നെ അവരുടെ ശരീരത്തിലെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായിട്ട് അവർ മുൻപോട്ട് വരുവാനുള്ളൊരു ഗൈഡൻസ് നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇനി യൗവനക്കാരും കൗമാരക്കാരായിട്ടുള്ള മക്കളാണെങ്കിൽ നമ്മളവരോട് പറഞ്ഞു കൊടുക്കുക. ഈ സെൽഫ് സെക്സ് എന്ന് പറയുന്നത് പാപമാണ്. ഇനി പലരും പറയും അത് വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ എടുത്തിട്ട് പറയും അങ്ങനെ ഒരു വാക്ക് അതിനകത്ത് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ലഘൂകരിക്കുന്നവരുണ്ട്. അല്ല, ദൈവത്തിൻ്റെ മന്ദിരമായ ആ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതൊക്കെ പാപമാണ്. കാരണം ഇത് പാപമല്ല എങ്കിൽ എന്താണ്? ദൈവം ഈ വിവാഹം എന്ന് പറയുന്ന ആ ഒരു വിശുദ്ധ ഉടമ്പടി ഇവിടെ സ്ഥാപിക്കേണ്ട കാര്യമില്ല അല്ലേ. ആൾക്കാരെ അങ്ങ് അഴിച്ചു വിട്ടേച്ചാൽ മതിയായിരുന്നു. അങ്ങനെയല്ല, ദൈവം അതിനൊരു പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവം കുടുംബത്തെ സ്ഥാപിച്ചിരിക്കുന്നത്, കുടുംബ ജീവിതത്തെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മൾക്ക് നമ്മളുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതല്ല നമ്മളുടെ ശരീരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുക. ഇനി രണ്ടാമത് എന്താണ്? ചിലർ അതിന് അഡിക്റ്റായി പോയിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പിശാച് അതിനകത്തോട്ട് കയറാതിരിക്കുവാൻ നമ്മൾ പ്രാർത്ഥന ശക്തമാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പവർ ഓഫ് ഫാസ്റ്റിങ്ങിൻ്റെ പവറും കൂടിയാണ് ഞാൻ ഇന്നത്തെ ഈ മെസ്സേജിനകത്ത് ഉൾപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മൾ ഉപവസിക്കണം, മക്കൾക്ക് വേണ്ടി ഉപവസിക്കണം. നമ്മൾ യൗവനക്കാരും കൗമാരക്കാരുമായിട്ടുള്ളവരൊക്കെ നമ്മൾ ഉപവസിക്കുവാനായിട്ട് പഠിക്കണം. എന്തിനാണ് ഉപവസിക്കുന്നത്? ഈ ഒരു പിശാച് നമ്മളുടെ ശരീരത്ത് കടക്കാതിരിക്കുവാൻ. ഇത് നമ്മളുടെ ശരീരത്ത് കടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളിൽ നിന്ന് വിട്ടുപോകണം. ഈ പാപങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ശരീരത്തിനകത്തോട്ട് ഈ ഒരു ഈവിൾ സ്പിരിറ്റ് കടന്നുകൂടും. അതിനെ പുറത്താക്കുക തന്നെ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫാസ്റ്റിംഗ് ഇരിക്കണം. അതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകത്തില്ല. അതുകൊണ്ട് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ഉപവസിക്കുമ്പോഴത്തെ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഉപവാസത്തോടെ ഇരിക്കുമ്പോൾ എന്താണ്? നമ്മളുടെ ശരീരത്തിനകത്ത് കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ നടക്കും. ഒന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടും, രണ്ടാമത് ശരീരത്തിനകത്ത് പ്രവർത്തികൾ നടക്കും. ഇന്ന് ഫാസ്റ്റ് ഫുഡും ഇതിൻ്റെയൊക്കെ പുറകെയാണ് നമ്മൾ പോകുന്നതും. ഓവറായിട്ടുള്ള അതിഭക്ഷണം എന്ന് പറയുന്നത് പാപമാണെന്ന് വിശുദ്ധ ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഓവറായിട്ട് ഫുഡുകൾ കഴിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് 12 വയസ്സിൽ വളരേണ്ട വളർച്ച ഇന്ന് 18 വയസ്സിലെത്തി നിൽക്കുക. അതായത് 12 വയസ്സുള്ള കൊച്ചിൻ്റെ ശരീരത്തിൻ്റെ വളർച്ച 18 വയസ്സിലെത്തി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെയാണ്. അപ്പോൾ ഇതിനെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഫാസ്റ്റിങ് നമ്മളുടെ ശരീരത്തിന് ആവശ്യമാണ്. രണ്ടാമത് ദൈവത്തോട് അടുക്കുവാൻ ആവശ്യമാണ്. കുറച്ച് കൊഴുപ്പുകളൊക്കെ ഒന്ന് ഉരുകി പോകട്ടെ. അത് ഇനി നമ്മൾ വിചാരിക്കുക യൗവനക്കാരും ചെറുപ്പക്കാരും ഒന്നുമല്ല, കളവന്മാർ വരെ എന്താണ് ഈ പാപത്തിന് ആയിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് ഓർക്കുക, ഈ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കത്തില്ല, പകരം ദുരാത്മാവേ നമ്മളിൽ വസിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്താണ്? നമ്മൾ എങ്ങോട്ട് പോകത്തില്ല, നിത്യത്തിലേക്ക് പോകത്തില്ല, ദൈവം നമ്മളോട് കൂടെ വസിക്കത്തില്ല. അതുകൊണ്ട് ആ ഒരു പിശാച് നമ്മളുടെ ശരീരത്തിനകത്ത് കടക്കാതിരിക്കുവാൻ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ആ ഒരു പാപങ്ങൾക്ക്, അങ്ങനെയുള്ള പാപത്തിന് അടിമയായിരിക്കുന്നവർ ഇന്നു മുതൽ തീരുമാനമെടുക്കുക, കർത്താവേ അതിൽ നിന്ന് എനിക്കൊരു വിടുതൽ തരണം, ദൈവത്തിന് മാത്രമേ വിടുവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പിന്നെ എന്താണ്? ഇത് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന
കിട്ടുന്ന വിടുതലല്ല. കുറച്ച് ടൈം എടുത്ത് വേണം നമ്മൾ ദൈവം ആ ഒരു വിടുതൽ നമ്മളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ. കാരണം ശാശ്വതമായ ഒരു വിടുതൽ എന്ന് പറയുന്നതും കുറച്ച് ടൈം എടുത്ത് ലഭിക്കത്തുള്ളൂ. എന്നാൽ നമ്മൾ ഈ പാപം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ വിടുതൽ നീണ്ടു പോകും. എന്നാൽ ഈ പാപത്തിലേക്ക് പോകാതിരിക്കുവാൻ നമ്മൾ കുറച്ച് ശ്രദ്ധയോടെ പെരുമാറണം. എന്താണെന്നറിയാമോ, പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിലൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ചിന്തകളൊക്കെ കടന്നു വരുന്നത് അല്ലെ. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ ഒക്കെ ഉള്ള സമയങ്ങളിൽ എന്ന് വെച്ചാൽ ഈ വികാരങ്ങളൊക്കെ കടന്നു വരുന്ന സമയങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് പാപത്തിലേക്ക് വീഴുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് നമ്മൾ ആ സ്ഥലത്ത് നിന്ന് അങ്ങ് എഴുന്നേറ്റിട്ട് എന്താണ് നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ഇനി അല്ലെങ്കിൽ ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇങ്ങനെ അതിനകത്തോട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ, എന്ന് വെച്ചാൽ നമ്മളുടെ മൈൻഡ് കൈവിടുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടുന്ന് പെട്ടെന്ന് എസ്കേപ്പ് അടിക്കുക. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ എസ്കേപ്പ് അടിച്ചിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം നമ്മൾക്കറിയാം അല്ലേ, എന്തിനേറെ പറയുന്നു. ഇന്നും ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് നമ്മൾ ഡ്രസ്സിങ് അല്ലേ, പെൺകുട്ടികളുടെ ഡ്രസ്സിങ് എല്ലാവരും പറയും ഇന്ന് ഭയങ്കര സ്വാതന്ത്ര്യമാണ്. അല്ല കേട്ടോ, സ്വാതന്ത്ര്യമാണ്. പക്ഷേ നമ്മളെന്താണ് മറയ്ക്കേണ്ടതൊക്കെ മറച്ച് തന്നെ നമ്മൾ പോകണം. പ്രത്യേകിച്ച് പള്ളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വർഷിപ്പിലൊക്കെ കയറുമ്പോൾ മറയ്ക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് മറച്ചിട്ട് തന്നെ നമ്മൾ കയറണം. കാരണം ഈ എക്സ്പോസിങ് എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ, ഈ എക്സ്പോസ് ചെയ്യുന്ന വ്യക്തികൾ, അതായത് നമ്മുടെ ശരീരത്തെ മറ്റുള്ളവരുടെ മുൻപിൽ ശരീരഭാഗങ്ങളെ, അതായത് സ്വകാര്യ ഭാഗങ്ങളെ പ്രദർശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരും അതിലൂടെ ഒരു സുഖം കണ്ടെത്തുന്നുണ്ട്. അതെന്നിട്ട് സൈക്കോളജിയാണ്. അതിലൂടെ ഒരു സുഖം, അവർ മാനസിക സുഖം അവർ അനുഭവിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റുള്ളവരിലേക്ക് ആ ഒരു സ്പിരിറ്റിനെ കടത്തി വിടുകയും കൂടെ ചെയ്യുകയാണ്. അതുകൊണ്ട് ഡ്രസ്സിങ്ങിൽ വളരെ ശ്രദ്ധിക്കണം. ഇനി പ്രത്യേകിച്ച് അമ്മമാരായിരുന്നു പല കുഞ്ഞുങ്ങളെയും ഈ വേഷം കെട്ടിച്ചു വിടുന്നത്. അതുകൊണ്ട് അമ്മമാർ ശ്രദ്ധിക്കണം. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ശരീരം മറ്റുള്ള ഒരുത്തിന് കഴുകൻ കണ്ണുമായിട്ട് വരുന്ന ഒരുത്തിന് വലിച്ചു കീറുവാൻ നമ്മൾ ഇട്ട് കൊടുക്കരുത്. അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക്, അത് ഞാൻ വേറെ ഏതോ ഒരു കൗൺസിലർ പ്രസംഗിക്കുന്ന വെച്ചാൽ വിശ്വാസിയല്ല, അല്ലാത്ത ഏതൊരു വ്യക്തി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാ. ഇതുപോലെയുള്ള പിക്ചറുകൾ കണ്ടിട്ട് ഇവന്മാരെന്ത് ചെയ്യും? സ്വകാര്യമായ റൂമുകളിലോട്ട് കയറിയിട്ട് ഇവരെ വെച്ചിട്ടായിരിക്കും ഇവന്മാരുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇവർ എടുക്കുന്നത്. അങ്ങനെ ഇവരുടെ സ്വകാര്യ റൂമുകളിലേക്ക് നമ്മളുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകാതെ ആര് ശ്രദ്ധിക്കണം? പേരൻസ് ശ്രദ്ധിക്കണം, ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിങ്ങനെ എസ്കേപ്പ് അടിച്ചു പോവുക. ഇനി അങ്ങനത്തെ പിക്ചറുകൾ നമ്മളുടെ മുൻപിലോട്ട് വൾഗറായിട്ടുള്ള പിക്ചറുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനെ നീക്കിക്കളയുക, ഡിലീറ്റ്. നമ്മൾക്കറിയാം യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും ഏതിനകത്തും അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഡോണ്ട് റെക്കമെൻഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഡോണ്ട് റെക്കമെൻഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? അങ്ങനത്തെ വീഡിയോകൾ പിന്നെ നമ്മൾക്ക് സജഷനായിട്ട് വരത്തില്ല. അതൊക്കെ നമ്മൾ ചെയ്തു വെക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ എസ്കേപ്പ് അടിച്ചു പോവുക. അത് നമ്മൾ ആദ്യം ചെയ്യുക. ഓക്കെ, പിന്നെ ഫാസ്റ്റിംഗ് ഇരിക്കുക. നമ്മൾ പഠിപ്പിക്കുക. ഒരു 10 വയസ്സ് കഴിഞ്ഞ കൊച്ചിനെ തൊട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കാൻ പഠിപ്പിക്കുക. ഒത്തിരി നേരം ഇരിക്കണം എന്നല്ല, രാവിലെ തൊട്ട് ഉച്ച വരെ അല്ലേ. സൺഡേ സ്കൂളിൽ പോകുമ്പോൾ, നമ്മൾ ചർച്ചിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇവർക്ക് സ്കൂളില്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഒരു 10 വയസ്സ് തൊട്ടുള്ള പിള്ളേരെ രാവിലെ തൊട്ട് ഉച്ച വരെയെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കുവാൻ നമ്മളവരെ പഠിപ്പിക്കുക, ട്രെയിൻ ചെയ്യുക. അവരെ ഫാസ്റ്റിംഗ് ഇരിക്കാൻ പഠിപ്പിക്കുക. വലിയ പിള്ളേരാണെങ്കിൽ അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുവാൻ അവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അവർക്ക് ക്ലാസ്സും ജോലിയൊന്നുമില്ലാത്ത സമയത്ത് ഉപവസിക്കുവാൻ അവരോട് നമ്മൾ ആവശ്യപ്പെടുക. അതുപോലെ തന്നെ പേരൻസ് നിർബന്ധമായും ഫാസ്റ്റിംഗ് ഇരിക്കുക. എന്തിനാണ് നമ്മളുടെ ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി? കർത്താവേ, ഇങ്ങനെയുള്ള പിശാചുക്കൾ ഞങ്ങളുടെ കുടുംബത്തിൽ കിടക്കരുത്, ഞങ്ങളുടെ തലമുറകളിൽ ഞങ്ങളിൽ കിടക്കരുത്. എത്രയോ പേരുണ്ട്, വലിയ വലിയ ആൾക്കാരും ഈ പാപങ്ങൾക്ക് അഡിക്റ്റ് ആയിട്ടുള്ളവരുണ്ട്. ഈ പാപം കിടക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ ഫാസ്റ്റിംഗ് ഇരുന്ന് പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്നറിയാമോ? ഇത് ആദ്യം ഈ രൂപത്തിലാണ് ഇത് കിടക്കുന്ന കുടുംബത്തിനകത്തോട്ട്, അല്ലെങ്കിൽ വ്യക്തികളിലേക്ക് ഈ ഒരു സെൽഫ് സെക്സിലൂടെയാണ് ഈ ഒരു പിശാച് കടന്നു വരുന്നത്. അതിനുശേഷമാണ് ഇത് മറ്റു പാപങ്ങളിലേക്ക് കൊണ്ടെടുത്തതെന്ന് വെച്ചാൽ പലരും പറയും ഇത് കുഴപ്പമില്ല, നമ്മുടെ ശരീരത്തിൻ്റെ നീഡ്സ് അല്ലേ, മറ്റാർക്കും ഇതുകൊണ്ട് ശല്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ലഘൂകരിച്ച് പോകും. കുറച്ച് കഴിയുമ്പോൾ അത് യൂസ്ഡ് ആകും. എന്ന് വെച്ചാൽ നമ്മൾക്ക് പിന്നെ അതൊരു പാപമേ അല്ല എന്നുള്ള ചിന്ത വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യണം. ഉപവാസത്താൽ അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുക, ചെയ്യുക, ഫാസ്റ്റിംഗ് ഇരിക്കുക, പ്രാർത്ഥിക്കുക, തലമുറകൾക്ക് വേണ്ടി ഫാസ്റ്റിംഗ് ഇരിക്കുക. പേരൻസ് നിർബന്ധമായും ഫാസ്റ്റിംഗ് ഇരിക്കുക. എന്തിനാണ്? ഈ പിശാച് കിടക്കരുത്. കാരണം ഇത് ചെറുതിൽ നിൽക്കത്തില്ല കേട്ടോ. ഇത് ചെറുതായിട്ട് ഈ രീതിയിൽ ഇങ്ങനെ സെൽഫ് സെക്സിലൂടെ കടന്ന് പിന്നെ എങ്ങോട്ട് പോകും? ഇതുപോലെയുള്ള ഇങ്ങനത്തെ ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇപ്പം നമ്മൾ സംസാരിച്ചില്ലേ രണ്ടമ്മമാരെ കുറിച്ചൊക്കെ, ഇവന്മാരൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിലോട്ട് നമ്മൾ പോകും. പിന്നെ കൊച്ചു കുട്ടികളെ വരെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന രീതികളിലേക്ക് ഈ ഒരു പാപം വളർന്ന് പോകും. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇന്ന് ആത്മീയരുടെ ഇടയിലേക്ക് കടന്നു
കൂടിയിരിക്കുന്ന ഒരു പിശാചാണിത്. അതിനെ തിരിച്ചറിഞ്ഞ് പുറത്താക്കുവാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി രണ്ടാമത്തതും പേരൻസ് ആയിട്ടുള്ളവരൊക്കെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഒരു കഴുകൻ കണ്ണുകൾ, മോശമായ ഒരു കണ്ണുകൾ ഞങ്ങളുടെ ദേഹത്തോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദേഹത്തോ പതിയരുത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരും ദുരുപയോഗം ചെയ്യരുത്. ഒരു നോട്ടം കൊണ്ട് പോലും കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്യരുത് കർത്താവേ. അതിനുള്ള അവസരം ഞങ്ങളായിട്ടും ഒരുക്കാതിരിക്കുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലേ. ഇന്നലെ നമ്മൾ കണ്ടു, ഇന്നലെ ലേവ്യ പുസ്തകത്തിനകത്തും ദൈവം പ്രധാനമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? ഞാൻ വിശുദ്ധനായിരിക്കുക, നിങ്ങളും വിശുദ്ധരായിരിക്കും. ഇനി അത് നമ്മുടെ എന്താ പറയുക, 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ 16-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു, അതിനകത്തും പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിശുദ്ധിയുടെ പുതുപ്പ് കർത്താവ് ഈ വചനം പറഞ്ഞ് വിശുദ്ധിയുടെ പുതുപ്പ് ഞങ്ങളെ അണിയിക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അണിയിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തിന് ഈ വിശുദ്ധിയുടെ പുതുപ്പൊന്ന് പുതപ്പിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക തന്നെ വേണം കേട്ടോ. കാരണം ഇന്ന് പിശാച് നോട്ടമിട്ടിരിക്കുന്നത് തലമുറകളെയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.